പ്രിയമിത്രങ്ങളെ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ ആരംഭിക്കാം. എന്റെ പേര് ജയമോഹനൻ. 26 വയസ്സുണ്ട്. എനിക്ക് എറണാകുളത്ത് ഒരു 2 വീലറിന്റെ ഷോറൂമിലായിരുന്നു ജോലി. ഒരു ദിവസം മാനേജർ എന്നെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ടൊരു കവർ തന്നിട്ട് പറഞ്ഞു, ജയമോഹന് ട്രാൻസ്ഫർ ആണ്, ആറ്റിങ്ങലിലേക്ക്. ഞാൻ ഞെട്ടിപ്പോയി. എന്റെ വീട് ചേർത്തലയാണ്. അവിടുന്ന് എറണാകുളത്തേക്ക് ദിവസവും പോയി വരാമായിരുന്നു. ഇനിയിപ്പോൾ ആറ്റിങ്ങൽ ചെന്ന് വീട് വല്ലതും വാടകയ്ക്ക് എടുക്കണം. എന്തു ചെയ്യും? ഞാൻ ആലോചിച്ചു. എന്തു ചെയ്യാനാ? 3 വർഷമായി ഞാൻ എറണാകുളത്ത് ഷോറൂമിൽ വന്നിട്ട്. 3 വർഷത്തിൽ കൂടുതൽ അവർ അവരുടെ ഒരു ഷോറൂമിലും ഇരുത്തില്ല. പോയേ മതിയാകൂ. ഇല്ലെങ്കിൽ രാജിവെച്ചു പോകണം. രാജിവെച്ചു പോയാൽ വേറെ എന്ത് പണിക്ക് പോകും? ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിന്നു. പെട്ടെന്നാണ് മാനേജർ ചോദിച്ചത്, എന്തു പറ്റി ജയമോഹൻ? സ്വല്പം ദൂരെ കൂടുതലാണല്ലേ? നമ്മൾ എന്ത് ചെയ്യാനാണ്? മുകളിൽ നിന്നുള്ള ഓർഡർ അല്ലേ, ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഞാൻ ചിരിച്ചു. ഓ, കുഴപ്പമില്ല സാർ, ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആറ്റിങ്ങലിലേക്ക് പോയി. ഭാഗ്യം, എനിക്ക് താമസിക്കാൻ റൂം അവർ തന്നെ റെഡിയാക്കി തന്നു. പക്ഷേ വാടക സ്വല്പം കൂടുതലായിരുന്നു. പിന്നെ ആഹാരത്തിന്റെ പൈസ വേറെ. എനിക്കതൊക്കെ ഒരു വലിയ അധിക ചെലവ് തന്നെ ആയിരുന്നു. എന്ത് ചെയ്യാം, അനുഭവിക്കുക തന്നെ. കുറെ കാലം അവിടെ നിന്നിട്ട് ആരെങ്കിലും സോപ്പിട്ട് ട്രാൻസ്ഫർ ഒപ്പിക്കാം എന്ന് വിചാരിച്ച് ഞാൻ ജോയിൻ ചെയ്തു. എനിക്കവിടെ ആരെയും പരിചയമില്ലായിരുന്നു. കുറച്ചു ദിവസം കൊണ്ട് എല്ലാവരെയും പരിചയപ്പെട്ടു. ഷോറൂമിലാണെങ്കിൽ സ്പെയർ പാർട്സിൽ ഇരിക്കുന്നിടത്തും ഫൈനാൻസിൽ ഇരിക്കുന്നിടത്തും 2 സൂപ്പർ സാധനങ്ങളായിരുന്നു ഇരുന്നിരുന്നത്. ആര് കണ്ടാലും കണ്ണെടുക്കില്ല. അത്രയ്ക്ക് സൂപ്പർ ഐറ്റങ്ങളായിരുന്നു അത്. പറ്റുമെങ്കിൽ 2നെയും ഒന്ന് വടവി നോക്കണം. സമയമുണ്ടല്ലോ, പതുക്കെ വളച്ചെടുക്കാം, ഞാൻ മനസ്സിൽ കരുതി. അങ്ങനെ ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരെയും പരിചയപ്പെട്ടു. ആ ഒരാൾ ഭർത്താവിന് സുഖമില്ലെന്ന് പറഞ്ഞ് 2 മാസമായി ലീവ് എടുത്തിരിക്കുകയായിരുന്നു. അതാണ് നമ്മുടെ കഥയിലെ നായിക എന്ന് പറയുന്നത്, ബിന്ദു ചേച്ചി. പേരൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു ചേച്ചിയാണെന്ന്. പക്ഷെ അല്ല കേട്ടോ. കുറച്ച് പ്രായമുണ്ട്. ഒരു 10-48 വയസ്സ് പ്രായം വരും. പ്രാരാബ്ദം കൊണ്ട് ഇപ്പോഴും ജോലിക്ക് വരുന്നേ ഉള്ളൂ. അവർക്ക് 2 മക്കളാണ്. 2 പേരും വിദേശത്താണ്. കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് അച്ഛനെയും അമ്മയും വേണ്ട. 2നെ അവർ പുറത്താക്കി. തന്റെ ഭർത്താവിനെ ചികിത്സിക്കാനും ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനും അവർ ആകെ കഷ്ടപ്പെടുകയാണ്. തിരിഞ്ഞു നോക്കാൻ പോലും ആരുമില്ല. ഞാൻ പെട്ടെന്ന് തന്നെ ചേച്ചിയുമായി പരിചയത്തിലായി. ഒരു ദിവസം എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾ പറഞ്ഞു, നീ എന്തിനാടാ ഇങ്ങനെ അധിക വാടക കൊടുത്ത് ഇവിടെ താമസിക്കുന്നത്? ബിന്ദു ചേച്ചിയുടെ വീട്ടിൽ താമസിച്ചുകൂടെ? ചെറിയൊരു വാടക അവർക്ക് കൊടുത്താൽ മതി. അവർക്കാണെങ്കിൽ അതൊരു സഹായവുമാവും. ഒന്നാമത് ഭർത്താവിന് സുഖമില്ലാതെ കിടക്കുകയാണ്. അവർക്ക് ഒരു ആൾ സഹായം കൂടെ ആവും നീ അവിടെ നിന്നാൽ. അതൊരു നല്ല കാര്യം തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇക്കാര്യം അപ്പോൾ തന്നെ ചേച്ചിയോട് സംസാരിച്ചു. ബിന്ദു ചേച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു. ആ, എന്താ മോനെ, പറഞ്ഞോ നീ. ചേച്ചി, ഞാനിപ്പോഴേ താമസിക്കുന്നിടത്ത് വാടക വളരെ അധികമാണ്. ചേച്ചിക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ ചേച്ചിയുടെ വീട്ടിൽ താമസിച്ചോട്ടെ. ഒരു ചെറിയ വാടകയും തരാം. അതിനെന്താ, നീ താമസിച്ചു, എത്ര വേണമെങ്കിലും താമസിച്ചു. പക്ഷെ വാടകയൊന്നും വേണ്ട. നീ താമസിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആ, എന്നാൽ ശരി ചേച്ചി, ഞാൻ ഇന്ന് വൈകുന്നേരം തന്നെ വീട്ടിലേക്ക് വരാം. ശരിയടാ മോനെ. ചേച്ചിക്ക് വളരെയധികം സന്തോഷമായിരുന്നു. കാരണം മക്കളൊക്കെ വിട്ടുപോയിട്ട് കുറെ വർഷമായി. അതുകൊണ്ട് ഞാൻ അവിടേക്ക് ചെല്ലുന്നത് ചേച്ചിക്ക് വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് ചേച്ചിയുടെ വീട്ടിലേക്ക് താമസം മാറി. ചുറ്റുമൊന്നും അധികം വീടുകളൊന്നുമില്ല. പോകുന്ന വഴിക്ക് ഒരു വീടുണ്ട്. ചേച്ചി ഒറ്റപ്പെടൽ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ചേച്ചിയുടെ വീട്ടിൽ ചെന്ന്. സാധാരണ ഒരു ഓടിട്ട വീട്, ബാത്റൂം എല്ലാം പുറത്താണ്. എന്നെ കണ്ടതും ചേച്ചി സന്തോഷത്തോടെ ഉള്ളിലേക്ക് വിളിച്ചു. വാ മോനെ, കയറിയിരിക്കേ. ഞാൻ ഉള്ളിലേക്ക് കയറി. ചേച്ചി എനിക്ക് ചായ എടുക്കാൻ പോയി. ഞാൻ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് വീടിന്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കറങ്ങി അടിച്ച് നോക്കി. ഒരു റൂമിൽ ചേച്ചിയുടെ ഭർത്താവ് കിടപ്പുണ്ട്. വേറെ രണ്ട് മുറി കൂടിയുണ്ട്. അപ്പോഴത്തേക്കും ചേച്ചി ചായയും കൊണ്ടുവന്നു. അപ്പോഴാണ് ചേച്ചി പറഞ്ഞത്, ഭർത്താവിന് കാഴ്ചശക്തി കുറവാണ്. ആരെയും കണ്ടാൽ തിരിച്ചറിയത്തും ഇല്ല. എഴുന്നേറ്റ് നടക്കാനും സാധിക്കില്ല. അങ്ങനെ ഓരോ വർത്തമാനങ്ങൾ പറഞ്ഞിരുന്നു. അയ്യോ മോനെ, വർത്തമാനം പറഞ്ഞിരുന്ന് സമയം പോയത് അറിഞ്ഞില്ലല്ലോടാ. കുറെ ജോലികൾ ചെയ്യാനുണ്ട്.
അലക്കാനും മുറ്റമടിക്കാനും പാത്രം കഴുകാനും ഒക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിനെന്താ ചേച്ചി, ഇനി ഞാനും ഈ വീട്ടിലെ അംഗമല്ലേ, ചേച്ചിയെ ഞാനും സഹായിക്കാം. അയ്യോ അയ്യോ, വേണ്ട 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 മോനെ, അതൊക്കെ ഞാൻ ചെയ്തോളാം, നീ പോയി വിശ്രമിക്ക്. ഓ, അതൊന്നും പ്രശ്നമല്ല ചേച്ചി, ചേച്ചി നടക്ക്, നമുക്ക് ജോലിയൊക്കെ രണ്ടുപേർക്കും കൂടി തീർക്കാം. അതുവരെ എനിക്ക് ചേച്ചിയോട് മോശമായ രീതിയിലൊന്നും തോന്നിയിട്ടില്ല. എന്നാൽ പിന്നീട് ചേച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ ഒന്ന് തോന്നാൻ തുടങ്ങി. അതിന് കാരണവുമുണ്ട്. ചേച്ചിയെക്കുറിച്ച് പറഞ്ഞാൽ ഒരു ഇരുനിറമാണ് ആള്. മുടിയാണെങ്കിൽ അങ്ങിങ്ങ് നരച്ചതുമാണ്. പൊക്കം തീരെ കുറവാണ് ചേച്ചിക്ക്. മുഖമൊക്കെ നല്ല ഗ്ലാമറാണ് കാണാൻ. ജോലിക്ക് വരുമ്പോൾ സാരിയും വീട്ടിൽ മുണ്ടും ബ്ലൗസുമാണ് ചേച്ചിയുടെ വേഷം. മുണ്ടിന്റെ ഒരു തല എപ്പോഴും അരയിൽ തിരികെ വെച്ചിട്ടുണ്ടാകും. മുട്ടുവേദനയും കൈവേദനയൊക്കെ ഉണ്ട്. പ്രായമൊക്കെ ആയി വരികയല്ലേ. അങ്ങനെ എല്ലാ ജോലിയും ചെയ്തു കഴിഞ്ഞ് ഞാൻ കുളിച്ചിട്ട് വന്ന് ഹാളിൽ ഫോൺ നോക്കിയിരിക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു ചേച്ചി കുളിച്ചേച്ച് അതിലെ കയറി വന്നത്. ഓ, ആ രംഗം കണ്ട് എന്റെ കിളി പോയി. നനഞ്ഞ് ചെറിയ ഒരു തോർത്ത് അതെടുത്തുകൊണ്ട് ഒരു ബ്ലൗസ് മാത്രം ധരിച്ചായിരുന്നു ചേച്ചി വന്നത്. എന്റെ നിയന്ത്രണം വിടുമോ എന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഞാൻ ആദ്യമായിട്ടായിരുന്നു ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നത് തന്നെ. ഞാൻ വളരെ കഷ്ടപ്പെട്ട് കൺട്രോൾ ചെയ്തിരുന്നു. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, ചേച്ചി എങ്ങനെയെങ്കിലും ഒരു തവണയെങ്കിലും ഒന്ന് ചെയ്യണമെന്ന്. അങ്ങനെ ചേച്ചി ഡ്രസ്സൊക്കെ മാറി റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു. കണ്ടപ്പോഴേ മനസ്സിലായി അടിയിലൊന്നും ഇട്ടിട്ടില്ലെന്ന്. ചേച്ചി ഭർത്താവിന് ഭക്ഷണവും മരുന്നും നൽകി കിടത്തി. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നു. ഞങ്ങൾ ഓരോ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് ചേച്ചി ഒരു കാര്യം പറഞ്ഞത്. കഷ്ടപ്പാട് കൊണ്ടാണ് മോനെ ഇപ്പോഴും ഈ ജോലിക്ക് വരുന്നത്. എനിക്കാണെങ്കിൽ കാലുവേദനയും കൈവേദനയും ഒക്കെ ഉണ്ട്. അതൊന്ന് ആശുപത്രിയിൽ കാണിക്കാൻ വരെ എൻ്റെ കാശും ഇല്ല, പോകാൻ സമയവും ഇല്ല. അപ്പോൾ ഞാൻ വെറുതെ ഒരു നമ്പർ ഇട്ട് നോക്കി. അതൊന്ന് ശരീരം മൊത്തം കുഴമ്പിട്ട് തടവിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ചേച്ചി. അതിന് പ്രത്യേകിച്ച് നീ ആശുപത്രി പോയി എന്നും വേണ്ട. എനിക്കൊന്ന് നേരെ കൈപൊക്കാൻ തന്നെ പറ്റുന്നില്ല. പിന്നെ എങ്ങനാടാ കുഴമ്പിട്ട് തടവുന്നത്? അതിനെന്താ, ഞാൻ തടവിത്തരാം ചേച്ചി. ഇനി മുതൽ ദിവസവും ഞാൻ ചേച്ചിക്ക് കുഴമ്പിട്ട് തടവിത്തരാം. ഓ, അതൊന്നും വേണ്ട മോനെ, ചേച്ചി പറഞ്ഞു. ചേച്ചിക്ക് എന്താ, അതൊന്നും എനിക്ക് പ്രശ്നമല്ല ചേച്ചി. എന്നാൽ നീ എന്തെങ്കിലും ചെയ്യ്, ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് വരാം. ശരി ചേച്ചി. ഞാൻ സന്തോഷം കൊണ്ട് ഉള്ളിൽ ചിരിച്ചു. കുറച്ചു കഴിഞ്ഞ് ചേച്ചി കുഴമ്പുമായിട്ട് വന്നു. എന്നിട്ട് നിലത്തിരുന്നു. ഞാൻ തന്നെ മുണ്ടും പാവാടയും ചേച്ചിയുടെ മുട്ട് വരെ പൊക്കി വെച്ചു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീലായിരുന്നു. ചേച്ചിയോട് കൈ തടവട്ടെ എന്ന് ചോദിച്ചു. ചേച്ചി ഒന്ന് മൂളി. അപ്പോഴും ഞാനൊരു ഐഡിയ പ്രയോഗിച്ചു. ചേച്ചി, പുറത്തെ നടുവിനും ഞാൻ തടവിത്തരാം. പക്ഷേ ഈ തുണി അഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ തുണിയിൽ മൊത്തം ആകും. ചേച്ചി എന്നോടൊന്ന് മൂളിയിട്ട് റൂമിന് പുറത്തേക്ക് പോയി. കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ചു വന്നു. തുണി ഊരി പകരം ഒരു തോർത്ത് മുകളിൽ പുതച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് സങ്കടമായി. ഞാൻ കൈ തടവിയിട്ട് കമിഴ്ന്നു കിടക്കാൻ പറഞ്ഞു. നിലത്ത് കിടന്ന എനിക്ക് തടവാൻ പറ്റില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ചേച്ചിയെ ടേബിൾ കിടത്തി. എന്നിട്ട് ഞാനൊരു നമ്പർ ഇറക്കി. ചേച്ചിയുടെ ഈ തോർത്ത് ഞാൻ എടുക്കട്ടെ, ഇല്ലെങ്കിൽ ഈ ഷോർട്സ് മുഴുവൻ കുഴമ്പാവും. അങ്ങനെ ഞാനിട്ടിരുന്ന ഷോർട്സ് ഉരിഞ്ഞിട്ട് ആ തോർത്ത് എടുത്തു. ഞാൻ ചേച്ചിയുടെ കയ്യിലും നടുവിനുമൊക്കെ നല്ല രീതിയിൽ കുഴമ്പിട്ട് തടവാൻ തുടങ്ങി. ഇന്ന് മൊത്തത്തിൽ തടവിട്ട് നിർത്താൻ ചേച്ചി, ഞാൻ പറഞ്ഞു. ചേച്ചി ഒന്ന് മൂളി. എനിക്കാണെങ്കിൽ ആകെ എന്തോ പോലെ. ഞാൻ ഉടുത്തിരുന്ന തോർത്തിന്റെ മുൻവശം കൂടാരം കെട്ടി നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഓ, ഈ പ്രായത്തിൽ ചേച്ചിക്ക് ഇതിനോടൊക്കെ താല്പര്യം ഉണ്ടാകുമോ അറിയില്ല. ചേച്ചി ഇത് മുഴുവൻ അഴിച്ചാൽ തടസ്സമൊന്നുമില്ലാതെ മുഴുവൻ തടവിത്തരാമായിരുന്നു. എനിക്ക് മറുപടി തരാൻ തിരിഞ്ഞു നോക്കിയ ചേച്ചി എന്റെ തോർത്തിന്റെ മുൻവശത്ത് കൂടാരം കണ്ടു. അപ്പോൾ തന്നെ അതിൽ നിന്നുള്ള നോട്ടം മാറ്റി എന്നോട് പറഞ്ഞു, വേണ്ട മോനെ, ഇന്നത്തേക്ക് ഇത് മതിയടാ. ഇപ്പോൾ നല്ല ആശ്വാസമുണ്ട്. ഇനിയും ചെയ്താൽ ശരിയാവില്ല. മതി, ഇനി പോയി കിടന്നുറങ്ങാം. ഞാൻ വിടുവോ? ഇനി കുറച്ചും കൂടിയല്ലേ ഉള്ളൂ ചേച്ചി, പുൽ തടവിയിട്ട് നിർത്താം. ഇതൂടങ്ങ് അഴുക്കി, ഞാൻ പറഞ്ഞു. അങ്ങനെ ചേച്ചി മനസ്സില്ലാ മനസ്സോടെ ഒന്ന് മോളി. ഞാൻ പതുക്കെ അതും കൂടി അഴിച്ചു. ഹോ, എന്റെ പൊന്നോ, ഞാൻ ഞെട്ടിത്തരിച്ചു നിന്നുപോയി. കിട്ടിയ അവസരം ഞാൻ നന്നായി തന്നെ മുതലെടുത്തു. ചേച്ചി ഒന്നും മിണ്ടിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ മുഖഭാവം പതിയെ മാറാൻ തുടങ്ങി. പെട്ടെന്ന് ചേച്ചി എന്റെ കൈ തട്ടി മാറ്റി. നമ്മൾ ഈ ചെയ്യുന്നത് തെറ്റാണ് മോനെ, ചേച്ചി പറഞ്ഞു. ഓ,
ഇതിലെന്താണ് ചേച്ചി തെറ്റ്? ഞാൻ ചോദിച്ചു. ഒറ്റത്തവണ മതി, എനിക്ക് വേണ്ടി. ചേച്ചി ഒന്നും പറയാതെ കിടന്നു. മൗനം സമ്മതമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പതിയെ കലാപരിപാടികൾ ആരംഭിച്ചു. ചേച്ചി നേർത്ത ശബ്ദങ്ങൾ ഉണ്ടാക്കി എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞ് ചേച്ചി മുൻകൈയെടുത്തു. ഞാനും അത് ആസ്വദിച്ചു. അങ്ങനെ തളരും വരെ അത് തുടർന്നു. പിന്നീട് ചേച്ചി എഴുന്നേറ്റ് ചേച്ചിയുടെ റൂമിലേക്ക് പോയി. ഞാൻ അവിടെ തന്നെ കിടന്നുറങ്ങി.